नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम एक ग्रामर पोर्शन पढ़ा था, तो आज हमें एक नया पाठ पढ़ना चाहिए। पाठ 7, सोने जैसे दिन है इसके। सोने जैसे दिन है इसके, അതായത് സ്വർണം പോലുള്ള എന്താണ് ദിവസങ്ങളാണ് ഇതിൻ്റേത്. സോനെ ജैसे दिन है ഇസ്കെ. ഓക്കെ, ഇപ്പോൾ സ്വർണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മൂല്യമാണ് നമുക്കറിയാം. പ്രതിദിനം അതിൻ്റെ വിലയേറുന്നു. അപ്പോൾ അത്രത്തോളം മൂല്യമുള്ളത് കൊണ്ടാണല്ലോ അതിന് ഇത്രയും വില കൂടുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ സ്വർണത്തിനോളം ഒപ്പം തന്നെ മൂല്യമുള്ളതാണ് ഈ ദിവസങ്ങൾ ഇതിൻ്റേത് എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥം പറയുന്നത്. ഓക്കെ, तो एक बहुत सुंदर सी कविता है, सोने जैसे दिन है इसके, पाठ 7। और ये एक प्रकाश मनु नामक मशहूर कवि ने लिखी गई एक कविता है ये, सोने जैसे दिन है इसके. तो उन्होंने उत्तर प्रदेश में उनका जन्म हुआ था. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശ് മനു എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല അത് ആരാണ് എഴുതിയെന്ന് തന്നിട്ടില്ല. പക്ഷേ ആരാണ് എഴുതിയത്? പ്രകാശ് മനു എന്ന് പറയുന്ന ഒരു കവി എഴുതിയതാണ്. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. छोटे मुँह से कैसे कह दूँ इस भारत की बात रे, सोने जैसे दिन है इसके, चांदी जैसी रात रे. उजला मुकुट हिमालय इसका और नदियों की माला है, पद वंदन करता श्रद्धा से, नील सिंधु मतवाला है. अनुपम सुंदरता ने दी है, सारे जग को मात रे. तो यहाँ देखो, ഇത്ര വരികളുടെ അർത്ഥം നമുക്ക് ആദ്യം പറഞ്ഞു നോക്കാം. അപ്പോൾ ഈ ഒരു കവിത വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഭാരതത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള, ഭാരതമാതാവിനെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ. इस कविता के माध्यम से भारत की अनेकता में एकता का പരിചയം दिया गया है. അപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ മൂല്യസത്ത എന്ന് പറയുന്നത് എന്താണ്? സത്ത എന്ന് പറയുന്നത് എന്താണ്? അനേകത്വത്തിൽ ഏകത്വം, അതായത് അനേകതയിൽ ഒരുമ, ഏകത എന്നുള്ളതാണ് നമ്മുടെ മൂല്യസത്ത എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ കവിതയിലും എന്താണ് കവി പറയുന്നത്? ഇസ് കവിത के माध्यम से कवि कहते हैं कि अनेकता में एकता का പരിചയ दिया गया है. इस कविता के द्वारा, ഈ കവിതയിലൂടെ അനേകത്വത്തിൽ ഏകത്വം എന്താണെന്ന് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. वैसे भी हमारे भारत में अनेक संस्कृतियाँ है ना. നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് തരത്തിലുള്ള ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട് അല്ലേ. अनेक प्रकार की संस्कृतियाँ हैं. तो वो कैसे दिखते हैं हमें, അതെല്ലാം നമുക്ക് എങ്ങനെയാണ് കാണപ്പെടുന്നത്? रंग बिरंगे फूलों के जैसे. എങ്ങനെയാണ്? रंग बिरंगे फूलों के जैसे हमें ऐसे संस्कृतियाँ दिखते हैं. कैसी संस्कृतियाँ? अनेक तरीका की और अनेक तरह की संस्कृतियाँ हैं. वो सब हमें रंग बिरंगी फूलों को जैसे हमें दिखते हैं, है ना. ये सब हमारे भारत में फैली हुई है. ഇത് നമ്മുടെ ഭാരതത്തിലുടനീളം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് അല്ലേ. ഓരോരോ സ്ഥലങ്ങളിലും, ഓരോരോ ജില്ലകളിലും, ഓരോരോ സംസ്ഥാനങ്ങളിലും ഓരോരോ അനുഷ്ഠാനങ്ങളും രീതികളും ആചാരങ്ങളും ഒക്കെയാണ്. അതെല്ലാം വർണ്ണശബളമായിട്ടുള്ള പൂക്കളെ പോലെ, നമുക്ക് എന്നും മണം നൽകുന്ന അല്ലെങ്കിൽ സുഗന്ധം പരത്തുന്ന പൂക്കളെ പോലെ ഇങ്ങനെ നമ്മുടെ ഭാരതത്തിലുടനീളം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് എന്നാണ് ആര് പറയുന്നത്? ഇവിടെ കവി പറയുന്നത്. അപ്പം നമുക്കിനി എന്താണ് കവിതയിലേക്ക് കിടക്കാം. ആദ്യത്തെ വരികൾ എന്താണ്? छोटे मुँह से कैसे कह दूँ. छोटे मुँह, छोटे क्या है? छोटे का अर्थ है ചെറുത്. छोटे का ऑपोजिट क्या है? विलोम शब्द बड़े. छोटे मुँह से, मुँह मीन्स वाय, ചെറിയ വായ. छोटे मुँह से कैसे कह दूँ. कैसे मीन्स എങ്ങനെ, कह दूँ പറയും. इस भारत की बात रे, ഈ ഭാരതത്തിൻ്റെ കാര്യം. छोटे मुँह से कैसे कह दूँ इस भारत की बात रे. ഈ ചെറിയ വായു കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദകോശത്തിൽ വളരെ കുറച്ച് വാക്കുകൾ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞാൽ മതി വരില്ല, അത്രയും വാക്കുകൾ പോരാ നമ്മുടെ ഭാരതത്തെ വർണ്ണിക്കാൻ എന്നാണ് ഇവിടെ കവി പറയുന്നത്. സോനെ ജैसे दिन है इसके. സോന क्या है? സോന സ്വർണം, दिन ദിവസം, ചാന്തി क्या है? വെള്ളി അല്ലേ. ചാന്തി ജേസി രാത്രി, വെള്ളി. രാത്രി എന്താണ്? രാത്രി എന്നാണ് ഇവിടെ കവി പറയുന്നത്. कवि कहते हैं कि हमारा भारत देश इतना विशेषताओं से भरा है.
हमारा भारत इतना विशेषताओं से भरा है कि हमें बोल न सकती कि कितना विशेषताएं हैं हमारे भारत में। बहुत अधिक कई प्रकार की संस्कृतियां हैं, रीति रिवाज है, ये सब है हमारे भारत में, है ना। അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ എത്രത്തോളം വിശേഷതകളാണ് അല്ലെങ്കിൽ എത്രത്തോളം വിശേഷപ്പെട്ടാണ് നമ്മുടെ ഭാരതമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. क्योंकि वो बोलने या वर्णन करने के लिए हमारे मुंह में या हमें शब्दों की कमी होगी. അവിടെ പറയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഭാരതത്തിൻ്റെ വിശേഷതകളൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഇത്രയും വാക്കുകളൊന്നും പോരാ, വാക്കുകൾ വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാൻ എന്നാണ് ഇവിടെ പറയുന്നത്. वैसे भी हमारे भारत देश की रात और दिन सोने और चांदी जैसे हैं. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ ഭാരതത്തിൻ്റെ പകലുകളും രാത്രികളും സ്വർണവും വെള്ളിയും എങ്ങനെയാണോ അതുപോലാണ് എന്ന് കവി ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ടാണ്? സോനെ ഔർ ചാന്തി ദോനോ മൂല്യവാൻ ഹെ, है ना. അപ്പോൾ സ്വർണവും വെള്ളിയും എന്താണ്? എന്നും മൂല്യമുള്ളതാണ്. तो वैसे भी हमारे दिन और रात मूल्यवान है. അപ്പോൾ ഇവിടെ എന്താ കവി പറയുന്നത്? कवि कहते हैं कि हमारा भारत देश इतना विशेषताओं से भरा है कि बोलने के लिए शब्दों की कमी होगी. അത് പറയാൻ നമുക്ക് വാക്കുകൾ തികയാതെ വരും. वैसे भी हमारे भारत देश की दिन और रात सोने और चांदी जैसी होती है, क्योंकि सोने और चांदी कितना मूल्यवान है, उतना मूल्यवान भी है हमारे रात और दिन भी. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ 4 വരിയുടെ അർത്ഥം ഇതാണ്. हमारे भारत में कई प्रकार की विशेषताएं हैं, वो सब बोलने या वर्णन करने के लिए हमारे भाग में और हमारे मुंह में शब्दों की कमी होगी. നമുക്ക് വാക്കുകൾ തന്നെ കിട്ടാറുള്ളത് ഇത്രയും പറഞ്ഞു വരാൻ. അതുപോലെ वैसे भी हमारे दिन और रात चांदी और सोने की जैसे होती है कि चांदी और सोने कितना मूल्यवान होते हैं ये सब हमें जानता है. तो वैसे भी उतना मूल्यवान है कि हमारे दिन और रात उतना ही मूल्यवान है. ओके, तो नेक्स्ट स्टांसा നോക്കാം. उज्जला मुकुट हिमालय इसका और नदियों की माला है. उज्जला मुकुट हिमालय इसका और नदियों की माला है. तो यहाँ देखो उज्जला का अर्थ है ब्राइट, शोभा, ब्राइट. वैसे भी मुकुट किरीടം और हिमालय അറിയാലോ. इसका और नदी क्या है? नदी है. माला मीन्स नेकलेस, माला തന്നെയാണ്. तो यहाँ कवि कहते हैं कि हमारे उत्तर में स्थित हिमालय, हमारे उत्तर में क्या स्थित है? हिमालय എവിടെയാണ്? ഉത്തര ദിശയിലാണുള്ളത് അല്ലേ. हमारे उत्तर में स्थित हिमालय पर्वत मुकुट जैसी होती है. നമ്മുടെ ഉത്തര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഹിമാലയം എങ്ങനെയാണ്? ഒരു മുക്കുട്, ഒരു കിരീടം എങ്ങനെയാണോ ഇരിക്കുന്നത്, ഒരു ക്രൗൺ എങ്ങനെയാണോ അതുപോലാണ് കാണപ്പെടുന്നത്. वैसे हमारे ऐसे मुकुट उज्जवल रूबी इस मुकुट सफ़ेद रंग की उज्जवल रूबी इस मुकुट कौन पहनते हैं? हमें ऐसा लगता है कि हमारे भारत माता ने इस मुकुट പെഹന ഹുയി ഹേ. നമുക്കിങ്ങനെ തോന്നും നമ്മുടെ ഭാരതമാതാവ് ഈ ഒരു കിരീടം, ഈ വെള്ള നിറത്തിലുള്ള ശോഭയുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഈ കിരീടം എടുത്ത് ശിരസിൽ അണിഞ്ഞതുപോലെ നമുക്ക് തോന്നും എന്നാണ് കവി ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഹമാരെ ഉത്തർ മേ സ്ഥിതി ഹിമാലയ പർവ്വത് മുകുട്ട് പഹൻകർ ഉജ്ജ്വൽ रूप में शोभित करते हैं. भारत माता ने मुकुट पहना हुआ है. हमें जैसे ऐसे लगता है कि हमारे भारत माता ने ये हिमालय सफ़ेद रूबी इस उज्ज्वल मुकुट रूबी हिमालय को अपने सिर पर पहना हुई है. മനസ്സിലായോ? അതായത് ഹിമാലയം എന്താണ്? ഹിമാലയം ഭാരതമാതാവിൻ്റെ തലയിലിരിക്കുന്ന കിരീടം പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഉസ്കെ ബാദ് पद वंदन करता श्रद्धा से नील सिंधु मतवाला है. अब ഇവിടെ എന്താണ്? पदवंदन. क्या है पदवंदन? यहाँ नीचे देखो, पदवंदन का अर्थ है पैरों की पूजा. അതായത് കാലുകൾ പൂജിക്കുക എന്നാ പറയുന്നത്. അതായത് ചരണങ്ങൾ പൂജിക്കുക എന്ന് പറയും. वैसे भी चरण मैंने वंदना और श्रद्धा भी है. श्रद्धा का अर्थ है आदर എന്ന് വെച്ചാൽ എന്താണ്? ആദരവ്. ഓക്കെ, പദവന്ദൻ കർത്ത ശ്രദ്ധാ സേ നീൽ സിന്ധു മത്വാല ഹേ. നീൽ സിന്ധു എന്താണ്? നീല നിറത്തിലുള്ള. സിന്ധു മീൻസ് സാഗരം, സമുദ്രം. നീല നിറത്തിലുള്ള സാഗരം, സമുദ്രം. और मतवाला का अर्थ है क्रेसी. मतवाला क्या है? क्रेसी. तो यहाँ कवि कहती है कि
बहती हुई नदियाँ भारत माता ने अपने गले में മാല പെഹനി ഹുയി ജൈസി ദിക്തി ഹെ. അതായത് ഒഴുകുന്ന നദികൾ എങ്ങനെ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഭാരതമാതാവ് തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മുത്തുമാല പോലെയാണ് ഒഴുകുന്ന നദികൾ കാണപ്പെടുന്നത് എന്നാണ് ഇവിടെ കവി പറയുന്നത്. भारत माता ने अपने गले में कोई माला पहनी हुई है, वैसे हमें ऐसे बहती नदियाँ ऐसे दिखते हैं हमें. ഭാരതമാതാവ് തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലകൾ പോലെയാണ് ആര് കാണപ്പെടുന്നത്? ഒഴുകുന്ന നദികൾ കാണപ്പെടുന്നത്. और उसके बाद अनुपम सुंदरता ने दी है सारे जग को मातरे. अनुपम का अर्थ है एडमिरेबल और सुंदरता मीन्स और ब्यूटीफुल. और जग मीन्स എന്താണ്? ലോകം എന്നുള്ള അർത്ഥമാണ്. बात का अर्थ है डिफीट, പരാജയപ്പെടുത്തുക. ओके, तो यहाँ देखो क्या है, हमारे भारत के दक्षिण में स्थिति समुद्र, നമ്മുടെ ഭാരതത്തിൻ്റെ ദക്ഷിണ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ऐसे प्रतीत है भारत माता के चरणों के आदर करते हैं. तो ഇവിടെ കവി പറയുന്നത് ഭാരതമാതാവിൻ്റെ കാലുകളെ പദപൂജൻ അല്ലെങ്കിൽ എന്താണ് ഭാരതമാതാവിൻ്റെ കാലുകൾ പൂജ ചെയ്യുകയാണ് ഈ സമുദ്രങ്ങളെന്ന് തോന്നിപ്പോവുകയാണ് കവിക്ക്. കവിയുടെ പറയുന്നത് ഹമാരെ ഭാരത് കെ ദക്ഷിൺ മേ സ്ഥിതി സമുദ്ർ ऐसे प्रतीत है, ഇങ്ങനെ നമുക്ക് കാണപ്പെടുന്നു. कैसे? भारत माता के चरणों के आदर करते हैं, ഭാരതമാതാവിൻ്റെ കാലുകൾക്ക് ആദരവ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ പുഷ്പാഞ്ജലി അർപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പൂജ ചെയ്യുന്നതായിട്ട് കവിക്ക് തോന്നുകയാണ്. हमारे भारत भूमि की सुंदरता इतनी खास या इतनी अलग या इतनी विशेषता है कि उसकी सुंदरता से सारे जग को हरा दिया. നമ്മുടെ ഭാരതഭൂമി, നമ്മുടെ മണ്ണ്, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് എത്രത്തോളം മനോഹരമാണ്, എത്രത്തോളം വിശേഷതകൾ അല്ലെങ്കിൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ ലോകത്തെയും അല്ലെങ്കിൽ സ്ഥലങ്ങളെക്കാളും എന്തുകൊണ്ടും വളരെ മനോഹരമായതും വളരെയധികം വിശേഷപ്പെട്ടതുമാണ് എന്ത്? ഭാരതം എന്നാണ് ആര് പറയുന്നത്? കവി ഇവിടെ പറയുന്നത്. तो एक और बार देखो, हमारे भारत भूमि की सुंदरता इतनी खास या इतनी अलग है कि उसकी सुंदरता से सारे जग को हरा सकते हैं. ഇത്രയും നമ്മുടെ ഈ ഒരു നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം, നമ്മുടെ നാടിൻ്റെ ഒരു ഏകതയും ഒക്കെ കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെക്കാളും എന്തോ ശ്രേഷ്ഠമാണ് നമ്മുടെ രാജ്യം എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പോൾ ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. നന്നായിട്ട് വായിച്ചു നോക്കുക, പഠിക്കുക. അപ്പോൾ एक और बार मैं वाचन करती हूँ. देखो, छोटे मुँह से कैसे कह दूँ इस भारत की बात रे, सोने जैसे दिन है इसके चांदी जैसी रात रे. उजला मुकुट हिमालय इसका और नदियों की माला है, पद वंदन करता श्रद्धा से नील सिंधु मत वाला है, अनुपम सुंदरता ने दी है सारे जग को मातरे. ഇത് ഇത്രയും നന്നായിട്ട് കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും.